ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് കേസർ പേടയാണ്. മിൽക്ക് സ്വീറ്റ്സ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തുന്ന സമയത്ത് ഈ റെസിപ്പി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം കുറച്ച് മാവുണ്ടെങ്കിൽ നിറയെ നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു മാവ് കൊണ്ട് ഞാൻ 4 ഫ്ലേവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു കടായിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, അതുകൊണ്ട് പെട്ടെന്ന് മെൽട്ടായി കിട്ടും. നന്നായിട്ട് മെൽട്ടായ ശേഷം പാൽപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് കൈവിടാതെ മിക്സ് ചെയ്യണം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നല്ല ചൂട് പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് വെച്ചാണ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. അതുകൊണ്ടാണ് കേസർ പേട എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ വെറും പാൽ കൂടെ ചേർക്കാൻ പറ്റും. എല്ലാം കൂടെ നന്നായിട്ട് ചേരണം. പാൽപ്പൊടി, കണ്ടൻസ് മിൽക്ക്, പിന്നെ നമ്മൾ ഒഴിച്ച പാൽ എല്ലാം കൂടെ നന്നായിട്ട് ഒരുപോലെ മിക്സായി കിട്ടണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈ വിടരുത്. കാരണം പെട്ടെന്ന് തന്നെ ഇതാവും, ഒരുപാട് നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, നമ്മുടെ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേട റെഡിയാവും. പാനിൽ നിന്ന് വിട്ട് വരണം, അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. ചിലവർക്ക് ഈ പേട പല്ലിൽ ഒട്ടണ പോലെയും അതേപോലെ ചൂയിയായിട്ടും തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ അതുമല്ല, നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ നമ്മൾ ഷേപ്പ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ പേട റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാൻ വീഡിയോയിൽ കൊടുത്ത മെഷർമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 16 മീഡിയം സൈസിലുള്ള പേടാസ് കിട്ടും. പിന്നെ കുറച്ച് ആസിറ്റീസ് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. ആദ്യത്തെ ബൗളിലേക്ക് ഞാൻ റോസ് എസൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഡ്രോപ്സ് ഇട്ടാൽ മതി, റോസിൻ്റെ ഫ്ലേവർ കിട്ടും. റോസ് പേട എന്ന് പറയാം അതിനെ. പിന്നെ ഇത് പിസ്തയും ഏലക്കയും കൂടെ ചേർന്നുള്ള ഫ്ലേവറാണ്. അതും കുറച്ച് ഡ്രോപ്സ് ഈ സെക്കൻഡ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ചോക്ലേറ്റ് എസൻസ് ആണ്. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ കൊക്കോ പൗഡർ കൂടെ ചേർക്കാം. ഞാനിത് കുറച്ച് ചേർക്കണം. പിന്നെ ആദ്യത്തെ ബൗൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചൂടോടെ തന്നെ ഈ എസൻസൊക്കെ ആഡ് ചെയ്താലേ പെട്ടെന്ന് നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. അങ്ങനെ സെക്കൻഡ് ബൗളിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് എസൻസ് ഇല്ലെങ്കിലും കൊക്കോ പൗഡർ മാത്രമായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഇട്ടു എന്ന് മാത്രം. അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ആറിക്കോട്ടെ. അങ്ങനെ നമ്മുടെ 4 ഫ്ലേവർ പേട റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ചോക്ലേറ്റ് പേട, രണ്ടാമത്തെ പിസ്ത ഏലക്ക പേട, പിന്നെ ഇത് റോസ് പേട, പിന്നെ 4ാമത്തെ ആസിറ്റീസ് അങ്ങനെ തന്നെ കേസർ പേടയായിട്ട് തന്നെ. നന്നായിട്ട് ആറിയ ശേഷം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തടവുക. അങ്ങനെയാണെങ്കിൽ ഒട്ടാതിരിക്കും. നന്നായിട്ട് റോൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. നടുക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഷോപ്പിലെ പേട പോലെ തന്നെ ഉണ്ടല്ലേ കാണുമ്പോൾ. പിന്നെ സെക്കൻഡ് വണ്ണ് റോസ് പേട, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സെയിം പ്രൊസീജിയർ തന്നെയാണ് എല്ലാത്തിനും. നന്നായിട്ട് റോൾ ചെയ്യുക. ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഞാൻ ഈ ഒരു ബൗളിൻ്റെ ബാക്ക് സൈഡ് പൂ പോലെ ഉണ്ട്, അതിൽ ജസ്റ്റ് പ്രസ് ചെയ്യണം. കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ വരും. അങ്ങനെ നമ്മുടെ 2 ഫ്ലേവേഴ്സ് റെഡിയായി. ഇനി 3ാമത്തെ പിസ്ത ഏലക്ക ഫ്ലേവർ. ഇതും ഇതേപോലെ നന്നായിട്ട് കുഴച്ച ശേഷം റോൾ ചെയ്യുക. റോൾ ചെയ്ത ശേഷം ഞാനൊരു ഗ്ലാസ്സാണ് എടുക്കണേ. നല്ല ഫ്ലവറിൻ്റെ ഷേപ്പ് ഉണ്ട്, അതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വേറൊരു ഡിസൈനായി. ഇനി 3ാമത്തെ ചോക്ലേറ്റ് ഫ്ലേവറാണ്. അതും ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത ശേഷം
ജസ്റ്റ് റോൾ ചെയ്യുക. റോൾ ചെയ്ത ശേഷം ഒരു ഫോർക്ക് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. പ്ലെയിനായിട്ടും വെക്കാം നമുക്ക്. ബിഗിനേഴ്സ് ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റണ ഒരു സ്വീറ്റാണിത്. അങ്ങനെ നമ്മുടെ 4 ഫ്ലേവേഴ്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് പിസ്ത വെച്ച് കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.